നമസ്തേ. ഇന്ന് പാരായണം ചെയ്യാൻ പോകുന്ന ഭാഗം പഞ്ചമസ്കന്ധം. ഓം ഗും ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതേ നമ. ഓം സം സരസ്വത്യേ നമ. ക്ഷിപ്രപ്രസാദി ഭഗവാൻ ഗണനായകോമേ വിഘ്നങ്ങൾ തീർത്ത് വിളയാടിയിടുക സർവകാലം. സർവത്രകാരണി സരസ്വതീ ദേവി വന്നൻ നാവിൽ കളിയാടിയിടുക വേണമേ. ഗുരുവരകരുണ ആലേശമുണ്ടെന്ന് വന്നാൽ ഗുരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ? പരമിതിൽ ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനതാമാചാര്യനെ കൈവണങ്ങുന്നീ. ഹരി ഓം നമോ ഭഗവതേ വാസുദേവായ. അഥാ പഞ്ചമസ്കന്ധം സമാരംഭം. മനുപുത്രനായ പ്രിയവ്രതൻ്റെ ചരിത്രം സമാരംഭം. ശ്രീശുക മഹാമുനി ശ്രീ പരീക്ഷിത്തിനോട് കേശവചരിതങ്ങൾ ആശയം തെളിവാനായി ആശു ചൊല്ലിയതെല്ലാം സൂതന വ്യാസശിഷ്യനായി ആശീർവാദവൻ ചെയ്ത് ശൗനകാദികൾക്കെല്ലാം ഏഷണാദികളായ വാസങ്ങൾ നശിപ്പിപ്പാൻ ദോഷമെന്യേ ചെന്നൊരധ്യാത്മസാരം ഇപ്പോൾ ശ്രീശുക പൈതലേ നീ ചൊല്ലണമെന്നോടെല്ലാം. ആശകളകന്നുള്ളിൽ ആനന്ദം വരും വണ്ണം കേൾപ്പിപ്പാൻ പണിയതു പറഞ്ഞാൽ എനിക്കിപ്പോൾ കേൾപ്പതിന് അപേക്ഷയുണ്ടെങ്കിലോ കേട്ടുകൊള്ളുവിൻ. കേൾപ്പിപ്പാൻ മാത്രമല്ല ഞാനതെന്നിരിക്കലും താല്പര്യാർത്ഥമായി വിട്ടു ചുരുക്കി പറഞ്ഞിടാം. സ്ഥാനത്തെ പറയുന്ന പഞ്ചമസ്കന്ധം കൊണ്ട് സ്ഥാനമായതു ജഗദ്രക്ഷയെന്നറിഞ്ഞാലും രക്ഷിതമായിട്ടുള്ള ലോക സംസ്ഥാനങ്ങളും ദിക്ഷേഷത്താലുണ്ടാം ആയുർഭേദാദികളും ലോകത്തെ പ്രിയവ്രതനാദിയാൻ രാജാക്കന്മാരാകവേ ധർമ്മത്തോടെ പാലിച്ച പ്രകാരവും ധന്യനാം പ്രിയവ്രതനാകിയ മനുപുത്രൻ തന്നുടെ ചരിത്രത്തെ ചൊല്ലുന്നു നടേയെങ്കിൽ സരമാനിവൃത്തി മാർഗത്തെ വിസ്തരിച്ചൊക്കെ നാരദൻ ഉപദേശിച്ചിടിനാൻ. അതുമൂലം ഭാര്യതു പാലിക്കുന്നത് അതന്റെ നിയോഗത്താൽ പാരാമൊന്ന് അനുവദിച്ചില്ലേതും പ്രിയവ്രതൻ. അക്കാലം വിധാതാവ് താൻ തന്നെ എഴുന്നള്ളി മുഖ്യനാം പൗത്രനോട് സൽക്കർമ്മങ്ങൾ ചെയ്തരുൾ ചെയ്തു. ഞാൻ പറയുന്നതിനെ കേട്ടുകൊള്ളുക കുമാര. നീ സാമ്പ്രതം അതുകൊണ്ട് മോക്ഷത്തെ പ്രാപിച്ചിടാം. ഈശ്വരൻ തന്നെ നിന്ദിച്ചിടലാ കുറഞ്ഞൊന്നും ഈശ്വരാജ്ഞയാ തന്നെ ലോകങ്ങൾ വർദ്ധിക്കുന്നു. ആരാലും അതിക്രമിക്കാവതല്ല ഇത് നൂനം. നേരുള്ള മുക്തന്മാരായുള്ളവർ പോലും ഒക്കെ തങ്ങൾക്ക് കർമ്മക്ഷയം വരുവോളം നാളേക്ക് തങ്ങളുടെ ശരീരത്തെ രക്ഷിച്ചിടുന്നുവല്ലോ. കേൾക്കാൻ നീ മുമുക്ഷുവായിരിക്കുന്നവനേതും ഓർക്കുമ്പോൾ ബന്ധമില്ല ഗൃഹസ്ഥാശ്രമം കൊണ്ടും. ആകയാ നീ വന്ന് ഭഗവത്പാദാമുജ ശോകശാന്തിക്ക് നന്നായി ആശ്രയിച്ചെന്റെ ചൊല്ലാൽ മഹത്വം വരുമാറുന്നു. വഴി പോലെ ഗൃഹസ്ഥാശ്രമം അവലംബിക്ക മടിയാതെ ഈശ്വരാർപ്പണമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ഈശ്വരാജ്ഞ വരും. ഭോഗങ്ങൾ ഭുജിക്കുക നീ. ഇങ്ങനെയുള്ള ദാതാതനുടെ നിയോഗങ്ങൾ അങ്ങനെ തന്നെയൊന്നു കൈക്കൊണ്ടാൻ പ്രിയവ്രതൻ വിശ്വപാലനം ചെയ്ത് വിശ്വസിച്ചിടിന കാലം വിശ്വകർമാവിൻ മകളാം വികഷ്മതി തന്നെ കൈക്കൊണ്ടാൻ. അവൾ പെറ്റു 10 പുത്രനുണ്ടായി. ചൊൽക്കൊള്ള ഊർജസ്വത എന്നൊരു കന്യകയും അഗ്നീന്ദ്രൻ നിഗ്ധാ ജിഗ്വൻ യജ്ഞഭാഗവും പിന്നെ കേൾക്കണം മഹാവീരൻ ഹിരണ്യരേതാവെന്നും ഘൃതപൃഷ്ടനും സവൻ 8ാമവൻ മേധാതിഥി വീതിഗോത്രനും കവി എന്നവൻ 10ാമവൻ. ഇവരിൽ മഹാവീരനാമാവ് കവിതാനും അവന് സന്യസിച്ച് സാധിച്ചാൽ പുരുഷാർത്ഥം. മറ്റൊരു ഭാര്യ പെറ്റിട്ടത് ഉത്തമൻ താമസനൻ ദൈവതൻ എന്ന് 3 പുത്രനുണ്ടായി വന്നു. അവർ പോൽ 3ാമന് തുടങ്ങി ക്രമത്താലെ തപസ്സാ മനുക്കളാകുന്നു എന്നല്ലോ കേൾപ്പോ. മാനവൻ പ്രിയവ്രതൻ താൻ ഒരു 11 മാനമായിട്ട് വരുവസര കോടി വാണാൻ മേരുവെ പ്രദക്ഷിണം ചെയ്തിടുന്ന ദിവാകരശ്മികളുണ്ടുടൻ ഭൂമണ്ഡല പരിപാലത്രം പ്രകാശിച്ചിടുന്നു. മറ്റേ പാതി എത്ര നേരവും പ്രകാശത്തോടു കൂടായുന്നു. ആരണമയന്റെ ശ്രീ കൊണ്ട് ഭൂചക്രം പാതികേവന്തിരിക്കുന്നു.
മറ്റേടം മുന്നിലെപ്പോൾ ജീവിച്ചിടുന്നതല്ലോ കേളടോ കുറഞ്ഞൊന്നും. അക്കാലം ആദിത്യനോടൊത്തിരി വേഗം പൂണ്ട് മുഖ്യമായി തേജോമയമായോര് തേരിയിലേറി രാത്രിയെ പകലാക്കിയിടുന്നുണ്ടെന്ന് കൽപ്പിച്ച അസ്തേവന് പുത്രനായിടും പ്രിയവ്രതൻ താൻ കൂടെ പ്രദക്ഷിണം ചെയ്താനൊരു 7 വട്ടം കാൺകടൂ. രണ്ടാമതൊരു ആദിത്യൻ എന്ന പോലെ തേരുകൾ നടന്നൊരു വഴികൾ 7 വാരതികളുമായി ഇടയിടെയെല്ലാം ദ്വീപുകളായും വന്നത്. ഇക്കാലം അവൻ പിന്നെ ദ്വീപുകൾ 7 പുത്രക്ക് കൊടുത്തുപോൽ പുത്രിയാം ഊർജസ്വതി തന്നെ ശുക്രന് നൽകിയ പുത്രിമോൾ വെറ്റിട്ടു ദേവയാനി. അവളെ യാതിയാം ഭൂപതി കൈക്കൊണ്ടുപോയി. അവിടെ പ്രിയവ്രതനായ മന്നവൻ പിന്നെ ചെയ്ത വിവേക വൈരാഗ്യങ്ങളോടുകൂടി ധാതൃജൻപൊക്കൾ നിന്ന് കിട്ടിയ ഒരു ഉപദേശാൽ ബ്രഹ്മോപാസനം ചെയ്തു സാധിച്ചാൽ പുരുഷാർത്ഥം. നിർമ്മലൻ തന്നെ നന്ദനൻ അഗ്രീന്ദ്രൻ താൻ ജംബൂദീപാധിപതി പർവ്വതകൂക തന്നെ ലംബുവാദാസനായി തപസ്യയും കാലം അംബുജ ജന്മാവു തന്നെ ആജ്ഞ പോന്നു വന്ന അമ്പരെ നിന്നു പൂർവചിത്യം അപ്സര സ്ത്രീ. അവളെ കണ്ട് മോഹിച്ച് അഗ്രീന്ദ്രൻ ഉര ചെയ്താൻ അവളോട് ആര് നീ എന്ന് ചൊൽകടൂ മടിയാതെ. ഞാനില്ലാതൊരു വില്ലും പടമ്പില്ലാതൊരമ്പുവാനും തമ്മരും അറുകൊണ്ട് മനോജ്ഞമായി എന്തൊരു കാര്യമായി പെരുമാറുന്നു ഭവാൻ. ഇപ്പോൾ ഇവിടെ കിഴുന്നള്ളി ഏതൊരു ലോകത്തിങ്ങളുണ്ടായി ഭവാൻ മമം ചേതസിയുതി കൊണ്ട് കാണുകയിൽ അവിടവും യാതൊരു ലോകത്തു നിന്നിങ്ങനെ സമങ്ങളായി ചേതോ മോഹനങ്ങളെ ലോകഭോഗിതങ്ങളായി മാറത്തു തഴമ്പുകൾ അത്രയും വലുതത്രയും മാമനുശേട്ട നമസ്കാരം കൊണ്ടത്രയല്ലി. കേശവൻ നീളമുണ്ട് ഇളകാതിരിക്കാൽ കേശഭക്തന്മാരെ ചിന്തിക്കൽ മുമ്പനല്ലോ ഉണ്ടത്. തേജസ്സുകൾ എത്രയും ഉറ്റമത്തെ 2 അവയവങ്ങൾ ഇതെങ്ങനെയുണ്ടായി വന്ന് കണ്ടോളാൻ കൊതി വരും തടവീടുവാൻ തോന്നും. ഇത്തരം ഗ്രാമവിദഗ്ധങ്ങളാം വചനങ്ങൾ ഉത്തരം പറയുന്ന ഒരു അക്രീന്ദ്ര ഗുണങ്ങളാൽ ആക്ഷിപ്തയായ പൂർവചിത്യം അപ്പോൾ ഇക്ഷണം കൊണ്ടു പറഞ്ഞവനെ മോഹിപ്പിച്ചാൾ. എങ്കിലോ സമങ്ങളായി ഉന്നത തരങ്ങളായി കുങ്കുമഭംഗം അലങ്കരിച്ചുള്ള അവയവം തൊട്ടാലും അണച്ചിലും മാറത്തു ചേർത്താലും അങ്ങ് ഇഷ്ടമുണ്ടെങ്കിൽ അധരാമൃതം നുകർന്നാലും ഏറിയ കാലം ചെയ്ത തമസൻ ഫലം കൊണ്ട് പാരമര ആനന്ദവും ആത്മനീ ചേർത്തിടുവാനുള്ളിലെ കരണത്തിന് ആനന്ദമാശു പുറത്തുള്ള ഒരു കരണങ്ങൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കുവാൻ. ഇത്തരം ചൊല്ലി സമാശ്ലേഷ ചുംബനങ്ങളെ ചിത്വം ആർദ്രമാക്കി കേവലാത്മന നന്നായി അന്യോന്യം രമിച്ച അനേകായിരം സംവത്സരം അന്യൂനരാഗം കൊണ്ടോസിച്ചാൽ 29 പുത്രന്മാരുണ്ടായത് കാലം 9 പേർക്കും നാമം വെവ്വേറെ കെട്ടുകൊള്ളുക. നാഭിയും കിംപുരുഷൻ, 3-ാമൻ ഹരിതാനും, 4-ാമൻ ഇളാപുരൻ, രമ്യകൻ ഹിരൺമേൻ, 7-ാമൻ ഗുരുവന്നു, 8-ാമൻ ഭദ്രാംശനും, കോഴയന്യ കൽപ്പൻ കേതുമാനും പിന്നെ 9 പുത്രന്മാരെ ഇങ്ങനെ ജനിപ്പിച്ചിട്ട് അംബുജോത്ഭവലോകം പുറയെത്തിയും ബുക്കാൻ അക്കാലം അഗ്നിനിർന്നുടെ എമ്പുദീപം ഒക്കവേ പകുത്തൻ നന്ദനന്മാർക്കു നൽകി. താൻ പിന്നെ തപോബലം കൊണ്ടുപോയി ബ്രഹ്മലോകെ സാമ്പ്രതം രമിച്ചുപോൽ പൂർവ്വജിത്യമായി ആത്മതുല്യാഖ്യങ്ങളായി 9 ഖണ്ഡങ്ങളും ആത്മതുല്യങ്ങളായി രമിച്ചാരവറികളും അഗ്നീന്ദ്രതനയന്മാരെക്കാലം മേരുവിന്റെ ആത്മജമാരാം നവകന്യകമാരെ വെട്ടാൻ മേരുദേവിയും പ്രതിരൂപയും മുഗ്രദഷ്ടി ചാരുലോചനയാകുല്ലതയും രമ്യതാനും ശ്യാമയും നാരി ഭദ്ര ദേവ വിധിയുമിതി നാമങ്ങൾ അവർകൾക്കും വെവ്വേറെയെല്ലാം കേൾപ്പിനവിടെ മേരുദേവിയാകിയ ഭഗ്നിയോടും അവനീപതി ദക്ഷിണ സമുദ്രതീരത്ത് എന്നിരുന്നുകൊണ്ട് ദക്ഷിണ ബഹുലമായി യജിച്ചു ഭഗവാനെ അഗ്നികുണ്ടത്തിങ്ങൾ നിന്ന് ആവിർഭൂതനുമായാൻ ചിക്നനായ ഭഗവാൻ പരമാത്മാക്കാലം അഗ്രത്തുക്കുകൾ സദസ്യന്മാരെന്നിവരെ ഒക്കവേ നമസ്കാര സ്തുതികളതും ചെയ്താൻ. ഈശ്വര ഭഗവാനെ വരെ ബ്രഹ്മമേ മറ്റ് ശാശ്വതമായ മൂർത്തിയെ ശരണം ചേർന്നാഥ ഞങ്ങളാ ചെയ്യപ്പെട്ട പൂജ വഴി പോലെ ഞങ്ങൾ ഇവളെന്നൊരു കാരുണ്യമതിനാല് വൈകാതെ പരിഗ്രഹിക്കണമേ ഭഗവാനെ വൈകാര്യമൂർത്തി ഭേദമാർക്കറിയാവതയോ നിന്തിരുവടിയുടെ ഗുണങ്ങൾ വർണ്ണിപ്പാനും നിന്തിരുവടി നന്നായി പ്രസാദിപ്പിപ്പാനും ഞങ്ങൾക്ക് ശക്തിപരപരമാനന്ദമൂർത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമെങ്കിലും നാഥ നിന്തിരുവടിയുടെ തിരുനാമങ്ങളെല്ലാം സന്തതമജനഗോചരമായി വരികണമേ. തൃക്കടലിണകൊപ്പി നിൽക്കുന്ന രാജർഷികൾ മുഖ്യകരുണയാ മുഖ്യനെ കരുണയ തൃക്കൺ വാർത്തരുളിയണം. നിന്തിരുവടി പൊക്കൽ നിന്നൊരു തനിയനെന്ന് എന്തോരു കഴിവിൽ ലഭിപ്പാനും നീ വണ്ണം ചിന്തിച്ച് നിൽക്കുന്ന ഒരു ഭൂപതിപ്രവരൻ സന്തോഷം വരുത്തേണം. നിന്തിരുവടി നാഥ ഇത്തരം നാനാവിധ സ്തുതികൾ കൊണ്ട് നന്നായി പ്രസ്തുതനായ ഭഗവാൻ അതു നേരം സന്യാസധർമ്മസ്ഥിതി ഭൂമിയിൽ ഉറപ്പിപ്പാൻ ധന്യനാവിതന്റെ ഭക്തിയെ മേരുദേവി തന്നെ അങ്ങ് അവതരിച്ചിടാൻ ആദൂകാലം മന്നവന്താനം പ്രസാദിച്ചാൻ അങ്ങതിശയമുള്ള ലക്ഷണങ്ങൾ ഫലവും കാണുക കൊണ്ട് സകല ഗുണങ്ങൾക്കും ആധിക്യം കാണുക കൊണ്ടും കൃഷവനെന്നതാതൻ നാമവും അരുൾ ചെയ്താൻ. ഋഷികൾ ദേവാദികളെ വരെ സന്തോഷിപ്പിച്ചു. പുത്രന്റെ ഗുണാധിക്യം കണ്ട് നാഭിയും അന്ന് പ്രതിപാലനത്തിന് അഭിഷേകവും ചെയ്തു. തന്നുടെ ഭക്തിയായ മേരുദേവിയുമായി പിന്നെപ്പോ വിശാലയിൽ തപസ്സു തുടങ്ങിനാൻ. നരനാരായണന്മാരാകിയ മൂർത്തികളെ വിരമോട് ഉപാസിച്ചു സാധിച്ചു പുരുഷാർത്ഥം ധർമ്മസ്ഥാപനത്തിനായി ഈശ്വരൻ തന്നെ വന്നു.
നിർമ്മല നൃഷഭനായി പിറന്നു ജഗന്നാഥൻ കൈക്കൊണ്ടാൻ ഇന്ദ്രദത്തയാകിയ ജയന്തിയും. അക്കാലം 100 പുത്രകൾ പെറ്റുണ്ടായി വന്നു. അവരിലും അഗ്രജൻ ഭരതൻ പോൽ അവനും അജനാഭം മനുഷ്യൻ പാലിച്ചാൻ പോൽ തന്നുടെ ഗുണാധിക്യം കൊണ്ട് അജനാഭവർഷമെന്ന് അന്നു തൊട്ടെല്ലാവരും ഭാരതമെന്ന് ചൊല്ലും. പാരീരടിന് കീർത്തിയ പരത്തിനാൻ ഭരതാനുജന്മാർ 9 പേരുമുണ്ടല്ലോ. ഭരത സമന്മാർ പോലെ വരും ഗുണങ്ങളാൽ പേരുകൾ കുശാവർത്തൻ, പിന്നെ അവൻ ഇളാവർത്തൻ, സാരനം ബ്രഹ്മാവർത്തൻ, ആര്യാവർത്തനും, പിന്നെ മലയൻ, കേതു, ഭദ്രസേനനു, ഇന്ദ്രസ്പൃക്കും, ചലനമൊഴിഞ്ഞനും, വിദർഭൻ, കീകടനും. ഇവർക്ക് അനുജന്മാർ നവയോഗികളല്ലോ. കവിയും ഹരിതാനും അന്തരീക്ഷനും, പിന്നെ പ്രബുദ്ധൻ താനും, വിപ്പലായനൻ, ആവൃഹോത്രൻ, ദ്രമിണൻ, ചമസനും, കരവാജൻ താനും. ഇവരുകളെല്ലാം ആത്മജ്ഞാന തൽപരന്മാരാം. അവന് തന്നിൽ സന്യാസിപ്രവരന്മാരായാൻ എത്രയും മഹത്വമുണ്ട പരീക്ഷകൾക്ക് വിസ്തരിച്ച ഏകാദശസ്കന്ധത്തിൽ ചൊല്ലിയിടുന്നു. പിന്നെ പർവ്വതാദ്യാകന്മാരായി 81 അന്വകം കർമ്മനിഷ്ഠ ബ്രാഹ്മണോത്തമന്മാരായി ഋഷഭൻ, നിരപേക്ഷൻ, ഈശ്വരൻ എന്നാകിലും വലിയ ലോകാനുഗ്രഹാർത്ഥമായ ധർമ്മത്തോടെ പരിപാലിക്കും കാലം സകല പ്രജകളും പരിപൂർണ ആശവസകതന്മാരായാലല്ലോ ഋഷികൾ ധരാദേവന്മാരിവർ കേൾക്ക. ചൊന്ന ഋഷഭദേവൻ നിജ തനയന്മാരോടെല്ലാം ബുദ്ധി കൊണ്ടെൻ്റെ ചൊല്ല് സർവവും ഗ്രഹിക്കണം, ചിത്തത്തിലാക്കി നന്നായി ഉറപ്പിക്കുകയും വേണം. മർത്യവിഗ്രഹം നാനാഭോഗത്തിനുള്ളതല്ല, നിത്യമായിരിപ്പോൾ ഒരു കൈവല്യം വരുത്തുവാൻ. മറ്റുള്ള ജന്തുക്കൾക്കുമുണ്ടല്ലോ ഭോഗങ്ങളോ, മറ്റുള്ള ജന്തുക്കൾക്ക് മോക്ഷപവരായല്ലോ. മാനുഷജനങ്ങൾക്ക് മോക്ഷത്തെ സാധിക്കാവോ. മാനസ ശുദ്ധി വരും തപസ്സുകൊണ്ട് തന്നെ മറ്റുള്ള ജനങ്ങളിൽ വെച്ച് മാനുഷന്മാർക്കു ചേറ്റവുമായി ശിഷ്ട്യം എന്ത് അല്ലാതെ നിരൂപിക്ക സത്സംഗം തന്നെയുള്ള മോക്ഷത്തിനും ദ്വാരമർത്താൽ. ദുസ്സംഗവും നരകത്തിൽ ദ്വാരമെന്നറിഞ്ഞാലും സ്ത്രീ സംഘം വിശേഷിച്ചും നരകദ്വാരമെന്നാൽ സ്ത്രീ സംഘം വർജിച്ചിടണം അകലവേ. ഇത്തരം വിചാരിച്ചു തത്വജ്ഞാനാർത്ഥം കൊണ്ട് ചിത്തശുദ്ധിയെ ചേർത്ത് മുക്തിയെ ലഭിക്കണം. ഉത്തരരോടായിക്കണ്ട് ഏവം ജ്ഞാനമുപദേശിച്ച് ഉത്തമനാം ഋഷഭദേവൻ പിന്നെ പുത്രരിൽ വരിഷ്ഠനാം ഭരതൻ തന്നെ നന്നായി പൃഥ്വിവാണത്തിനായി അഭിഷേകവും ചെയ്താൻ. സന്യാസാശ്രമാവലംബിച്ചു നിവർത്തനായി ധന്യനാം ഋഷഭനും തന്നുടെ തപോബലാൽ ഉന്മത്ത ജലബെതിരാന്തമുഖരെ പോലെ തന്മനോബലത്തോടും പെരുമാറിയിടും കാലം. പ്രാകൃതജനം നാനാജാതി ഭാഷിക്കും തോറും ഏകനായി മൗനവ്രതം ധരിച്ചാൻ അനുദിനം ദുർജന പരിഭവം പോക്കുവാൻ വിഷേടിച്ചു വർജിച്ചാൻ. അശനാദിബലവും അതുമൂലം തങ്ങളെപ്പോന്ന് വന്ന യോഗസിദ്ധികളെയും സംഘമാധിക്യം കൊണ്ട് ആദരിച്ചിലയതും എന്നാതു കേട്ട് പരീക്ഷിത്താകും നൃപവർണ്ണനോ അന്നേരം സുഖനോട് വന്ദിച്ചു ചോദ്യം ചെയ്താൻ. നന്നതു ഭർത്താവത്രയും ചിത്രം നന്നായിട്ട് വിളിച്ചിതേടണം. അതിമൂലം ആത്മാരാമന്മാരായിട്ടുള്ള യോഗേന്ദ്രന്മാർക്കും ആത്മനാഥനെ ലഭിച്ചിടുന്ന ഐശ്വര്യങ്ങൾ ബന്ധഹേതുക്കളാകില്ലെന്ന് കേൾപ്പുണ്ടെന്ന് എന്ത് അവനാദരിച്ചിടുവാൻ മഹാന്മതേ എന്നിവ ചോദിച്ചവരും അന്നവൻ തന്നോടപ്പോൾ മന്ദഹാസവം ചെയ്തു ശ്രീസുഖനരുൾ ചെയ്ത് ഇഷ്ടമായുള്ള ലോകത്തൊക്കെ നടന്നിടുന്ന അഷ്ടൈശ്വര്യാദികൾ കൊണ്ടെന്നു വന്നിടും നേരം ഓരോരോ ലോകങ്ങളിൽ ഓരോരോ ഭോഗങ്ങൾ കൊണ്ട് ഓരോ ഞമ്മയുടെ യോഗേന്ദ്രന്മാരെങ്കിലും പിന്നെ വിശ്വസിക്കരുത്, ആർക്കുമേ മനസ്സിലാ തങ്ങളുടെ വശത്ത് വന്നിടുകയില്ലായല്ലോ. എന്നാലങ്ങേറി ഒരു കാലം കൊണ്ടുണ്ടായി വന്നുള്ള ഭോഗത്താൽ നശിച്ചിടും. ഈശ്വരന്മാർക്ക് പോലും മനോവിശ്വാസം കൊണ്ട് ആശ്ചര്യമത്രേ തപസ്സൊക്കെ നശിക്കുന്നു. വിശ്വസിച്ചിടുന്നായാൽ കാമത്തെ കൊടുത്തിടും നിശ്ചയം മനസ്സിടോ. കാണി നാഴിക കൊണ്ട് കാമത്തല വിവേക കോപങ്ങളകം പോകും. അത്രേ ഭിന്നത്ത ബോബലും ഗുണങ്ങളും മുക്തനായി ചമഞ്ഞുള്ള ഒരു ഋഷഭദേവൻ മുന്നം ഇത്ര നിരൂപിച്ച യോഗസിദ്ധികളെ മാതിരിയാഞ്ഞു മനോവിശ്വാസവും വരാകിയാൽ മാധവനുടമായി കരുതാതെയുള്ളൂ. അങ്ങനെ തന്നെ നാനാദേശങ്ങൾ തോറും അങ്ങോട്ടിങ്ങോട്ട് വരുമാനം കാലം അങ്ങൊരു ദിനം കുടകാജലത്തിങ്ങൾ കാട്ടുതീ പിടി വെട്ടിട്ടുടലും എന്ത് പോയി ഋഷഭദേവൻ തന്റെ. അങ്ങനെ ഗതി വന്നു ഒരു ഋഷഭചരിതം കേട്ട് അങ്കനാദ്രവശ്രനുണ്ടായ തത്വജ്ഞാനം തന്നുടെ ധർമ്മമെല്ലാം തന്നുടെ ബുദ്ധി കൊണ്ട് സന്യാസം ചെയ്ത് ഒറ്റ സാധിച്ചാൻ വഴി പോലെ ഋഷഭപുത്രനാകും ഭരതനാക പിന്നെ വിഷമാർഗേണ പരിപാലിച്ചാൻ അവനിയെ. വിശ്വമോഹിനിയായ കന്യക പഞ്ചജനി വിശ്വരൂപാത്മജയെ കൈക്കൊണ്ടാനതു കാലം 5 മക്കളും ഉണ്ടായി വന്നിത് പഞ്ചജനിക്ക് 5 ഭൂതങ്ങളുമായതെങ്കിലും ഉണ്ടായ പോലെ സുമതി രാഷ്ട്രവൃത്ത്, 3ാമൻ സുദർശനൻ, പിന്നീട് ആവരണനും ധൂമ്രകേതുവും നാമം ഭാരതഖണ്ഡമാകും. തന്നുടെ രാജ്യം പിന്നെ പാരാതഭഗത്തുലനായി ഇവർക്കും കൊടുത്തുപോയി. സാളഗ്രാമ ആശ്രമത്തെ പ്രാപിച്ച തപസ്സിനായി
സാളഗ്രാമോപലങ്ങൾ കൊണ്ടലങ്കൃതനായ സ്വച്ഛയാൻ ചക്രനദിയുടെ തീരത്തിങ്കൽ സ്വച്ഛമാം ആശ്രമമുണ്ടാക്കി വിശ്വസിക്കുന്നാൽ നിത്യാദികളാം വസ്തുവിചാരം കൊണ്ട് യുക്താന്തകരണനായി തത്വജ്ഞാനം എന്ന ഭക്തിയിന്ദിനം പ്രതിവർത്തിച്ച് ഭഗവാനെ ചിത്തത്തിലാക്കി ബ്രഹ്മജ്ഞാനം ഉറപ്പിച്ച് യുക്തനായിരുന്നു ഭാസിക്കുന്ന ആളൊരു ദിനം മധ്യാഹ്നേ ചെന്ന് നിന്നു ഗന്ധകി തീരസ്ഥലെ ഗർഭിണിയായിട്ടൊരു കൃഷ്ണമാൻ പേട വന്നിട്ട് അപ്പോഴ തന്നെ കുടിച്ചു തുടങ്ങിനാൽ അന്നേരം അരികെ നിന്നലറിയിടുന്ന സിംഹം തന്നുള്ള നാദം കേട്ട് പേടിച്ചു മാൻപേടയും ഓടിപ്പോയി കരയേറുവാനായി ആടൽ പൂണ്ടുടൽ വിറച്ചോടിന നേരം തന്നെ ഗർഭത്യാകിടാവ് അപ്പോഴേ പിറന്നുടനെ അപ്പോഴ് തന്നിൽ വീണങ്ങൊഴുകി വേഗത്തോട് ഗോഗയിൽ ചെന്ന് വീണ് മരിച്ചുവാൻ പേടയും സഖിയാതൊരു ഭയം കൊണ്ട് വേദന കൊണ്ട് നീരോടെ ഒഴുകുന്ന മാൻകിടാവിനെ കണ്ടു. കാരുണ്യവശാലുടൻ എടുത്തു പറഞ്ഞതിനും പാരാതെ കൊണ്ടുപോയവരുടെ ആശ്രമത്തിൽ ആരും ഉപദ്രവം കൂടാതെ വളർത്തിനാൻ മാൻകിടാവോടുകൂടി മാൻകിടാവിലെ സ്നേഹം താൻ കൂടെ വളർന്നത് ഭരതൻ. അതുകാരണത്തിലുള്ള നിയമങ്ങൾ ഇതിനെ വളർത്തിയാൽ ഒന്നേ ദിനം പ്രതി കുറഞ്ഞ് അമഞ്ഞത് കാലം കൊണ്ടില്ലാതെ നിയമങ്ങൾ കാലമും പോയതുള്ളിൽ അറിയായില്ലേതും അതിനെ കാണുമ്പോഴും കാണാതെ വാരുമ്പോഴും അതിൻ്റെ യോഗക്ഷേമം ചിന്തിച്ച് മനക്കാമ്പിൾ ഈശ്വരാനുഗ്രഹം പ്രാർത്ഥിച്ചു വാഴും കാലം ഈശ്വരവിലാസങ്ങൾ എന്തയ്യോ പറവതും ശ്രീകപാരവശ്യം കൊണ്ടാകുന്ന ഭരതന് മോഹവും വളർന്നിതു മറന്നു തപസ്സെല്ലാം ഹരണി ഗുണകമാമിതിന്നു ഞാൻ എന്നിയെ ശരണമാരുമില്ല ഗണവും പിരിഞ്ഞുപോയി ഹരണി വെറ്റപ്പടെ മരണം പ്രാപിച്ചതു ശരണാഗത വരുവാനം ധർമ്മമല്ലോ വാലിനു അനുദിനം ഭോഷണം പ്രീണനും എല്ലാളനും ഇവറ്റിനെ കാലമുള്ളിതോ മുറ്റും ആസനാട സ്നാനസേനാദികളാലും ആചരിച്ചിടുമ്പോഴും പിരിഞ്ഞിടുകയില്ല ഫലാമൂലോകാദി പൂവോട് ചമതപ്പുൽ പലവും അത് എടിപ്പോകുമ്പോൾ അതിനെയും വെച്ചു പോകാനുള്ള വിശ്വാസം വന്നു നേരം ഇച്ചയ്യാ വഴിയെ കൂടിയിടും കൂടോടിപ്പോമതു നേരം മുക്തഭാവം നോക്കി നിന്നിടും മധ്യ ശക്തി കൊണ്ട് അതിനെ ചെന്നെടുക്കും അയ്യോ പാവം ശക്തിയിൽ അതിനന്ന് കഴുത്തിലെടുത്തിടും ഒക്കത്ത് കട്ടിക്കൊള്ളും ഒട്ടിടയിടെ ചെമ്മമാരത്തും വഴിയിലും പുറത്തും പറ്റിച്ചിടും ദൂരത്ത് നിന്നിടുമ്പോൾ അതിനെ വിളിച്ചിടും ഓരോരോ കർമ്മം ചെയ്യുന്ന നേരത്ത് മധ്യ പരാജയം നോക്കും തീന്മാനം കൊടുത്തിടും വിളിക്കും അരികവേ വണ്ടി വന്നിടും നേരം കളിക്കും പിന്നെ പരിചരിക്കും ഓരോരോ തരം പതുക്കപ്പതുപ്പുള്ള രോമങ്ങൾ അരുമാറെടുത്ത് തലോടിയും ഉണർന്നും കൊണ്ടാടിയും മറ്റൊന്നില്ല കാലം മുറ്റുമിങ്ങനെ തനിക്ക് ഉറ്റ മാൻപേടയുമായി മരുവീടിന് കാലം മരണമെടുത്തിയത് ഭരതനും അത് കണ്ടു കാരണങ്ങളുമെല്ലാം തളർന്നു ചമഞ്ഞത് കിടക്കുന്ന നേരത്ത് എന്നധിക ദുഃഖത്തോടും അടുത്തു നിൽക്കുന്ന ഒരു വൻകിടാവിനെ നോക്കി മാനസതാരം നിരൂപിച്ച സന്താപത്താൽ ഞാനിനി മരിച്ചിടും ഇപ്പോൾ ഇതിന് ശേഷം കാനന ദേശീയ സംഗ്രഹാഖ്യാദികൾ ദുഷ്ടമുഖങ്ങൾ മാന്യെ പിടിച്ചു തിന്നിടുമെന്താവതയ്യോ ഒട്ടുമേ മനുഷ്യരെ പേടിയിൽ ഇതിനിപ്പോൾ ദുഷ്ടരാം കാട്ടാളന്മാരെ ഇത് കൊന്നിടുകയോ രക്ഷിപ്പതിന് ആരുമില്ല എന്നതല്ല പിന്നെ ഭക്ഷിപ്പാൻ പല ദുഷ്ടജന്തുക്കളുണ്ട് താൻ ഇത്തരം ഓരോ തരം ചിന്തിച്ച് വർദ്ധന ചിത്തത്തെ ഇഷ്ടമറുകരു വന്ന് വിളിച്ചു അരികെ നിൽക്കുന്ന ഒരു ഹരണി ഗുണകത്തെ സ്മരിച്ചു മരിച്ചുടൻ ജനിച്ചു ഹരിണമായി തന്നെ ജനിച്ച ഭരതന് സ്മരണം കഴിഞ്ഞ ജന്മത്തിലേതുണ്ടായി വന്നു മൃഗസംഗമം കൊണ്ട് ഞാൻ മൃഗമായി വന്നു എന്നകമേ ചിന്തിച്ചത് ആ സംഘമുണ്ടാകായ്വാനായി മാൻകൂട്ടത്തിങ്ങൾ നിന്ന് പിരിഞ്ഞു താനേ തന്നെ സാങ്കേത എന്ന പുരാശ്രമം ബുക്കാനമ തീർത്ഥസ്നാനവും ചെയ്ത ദേഹത്യാഗവും ചെയ്താൻ ധാത്രി ബ്രാഹ്മണനായി പിറന്നാനവിടൻ ചൊല്ലെഴുന്ന ഒരു അങ്കീരപ്രവരനായുള്ള ഒരു നല്ല ഭൂസുരൻ പണ്ട് രണ്ട് വേട്ടിരിക്കുന്നാൽ ഒരുത്തി വെറ്റിട്ടുണ്ടായത് 9 തനയന്മാർ ഒരുത്തി കന്യകാകുമാരനെ പ്രസവിച്ചാൽ എന്നാൽ കുമാരനെ പിറന്ന മകീശ്വര മുന്നേതാൻ മൃഗദേഹം കളഞ്ഞ ഭരതൻ പോൽ സംഘദോഷത്തോടെ പേടിച്ച ആദിയെ കുമാരന് മംഗലം വരുത്തുവാൻ കൈക്കൊണ്ടാൻ മൗനവ്രതം ജാതകർമാതിക്രിയ സർവം യഥാവധി ദാതനം അനുഷ്ഠിച്ചു മൂലന്നിരിക്കലും ബുദ്ധി സംസ്കാരത്തിനായി എത്ര വസ്തുക്കൾ ചെയ്യാൻ വ്യർത്ഥമായി ചമഞ്ഞു ദാതാസാഹസമെല്ലാം ചളനോ ബെതിർനോ മുഖനോ പുനരിവൻ എഴുതല്ലാർക്കുഞ്ഞമേ തിരിച്ചു കൊള്ളുവാനും ഉപനിശ്ചിതൂതാതനക്കാലം കുമാരനെയും ജപകോമാതി കർമ്മമൊന്നുമേ പോകാതാനും 4 ആണ്ടുകാലം മിനക്കെടാതെ ഇല്ലച്ചിട്ടുമാനും പഠിച്ചില്ല ഗായത്രി ഉറഞ്ഞൊന്നും ആയത് കുമാരനെ രക്ഷിച്ചു തന്നെ കാലം പോയിരനും മരിച്ചാനത് കാലം എന്നോടും ഇതിന സഭക്തി പോക്കലാക്കിയ പിന്നാലെ തീയിൽ പാഞ്ഞു മരിച്ചാൽ ജനനിയും രാധാക്കന്മാരാമിവൾ ജനനം നുറയ്ക്കാൽ ഏതുമേ കൊടുക്കയിൽ ഉപജീവിപ്പാൻ പോലും ആരാനും ഒരു വേല ചെല്ലുകിലതും കേൾക്കും ഏതാനും കൊടുക്കില്ല ഉപജീവിക്കാൻ താനും അധികമെങ്കിലും സൂക്ഷിക്കുമാറുമില്ല ഏതാനും നൽകിയില്ലെങ്കിൽ പോരാ എന്നതുമില്ലേ ഏതും ആരുമേ നൽകിയില്ലെങ്കിലോ വേണ്ടാതാനും അക്കാലം രാധാക്കന്മാരവനെ വിളഭൂമി രക്ഷിപ്പാൻ മാടം കെട്ടിയിട്ടവിടെ ഇരുത്തി നെല്ല് കാപ്പതിൻ്റെ അവൻ ചെന്നിരുന്നതിൽ പിന്നെ നെല്ലിന് കേടു കുറഞ്ഞൊന്നും ഉണ്ടായില്ലല്ലോ ദുഷ്ടജന്തുക്കളൊന്നും ആ ദിക്കൽ ചെൽകയില്ല ദുഷ്ടനായി ഇവിടെ വാണിയുടെ കാലത്തിങ്ക ദുഷ്ടതമൊഴുത്തോര സൂദ്രാധിപതി എനിക്ക് ഇഷ്ടമായിരിപ്പൊരുന്നതി ഉണ്ടാവാനായി എങ്ങാനും തിരഞ്ഞോര് നല്ലൊരു പുരുഷനെ നിങ്ങൾ ആളാറുത്തഴകോട് ചോര നൽകണം ഭദ്രപാളിക്കെന്നുറച്ചുറം ഭൃത്യന്മാരോട് എന്നാൻ
എങ്ങാനും തിരഞ്ഞൊരു നല്ലൊരു പുരുഷനെ നിങ്ങൾ കൊണ്ടുവരിക എന്നു കേട്ടവർ പുറപ്പെട്ടാൻ. നീളവേ നടന്നവർ കണ്ടിതുമാടന്നെ നീളവും തടിപ്പുമേറിന പുരുഷനെ. ലക്ഷണയുക്തമായ പുരുഷരൂപം കണ്ട് ലക്ഷണം തെളിഞ്ഞവർ പിടിച്ചു കെട്ടിയിടിനാൻ. ശൂദ്രാധിപതി മുമ്പിൽ കൊണ്ടു ചെന്നതു കാലം ആർദ്രമ മനസ്സോടും പൂജിപ്പാൻ ഒരുമ്പെട്ടാൻ. കുളിപ്പിച്ച് അഴകിയ കോടി കൊണ്ടുടുപ്പിച്ചു കളഭമാല്യങ്ങൾ അളിഞ്ഞ് അവൻ ഉടൽ കാളിക്ക് പൂജ കൊടുത്തിടുന്ന രാസുരൻ. കാളി മന്ത്രം ചൊല്ലിട്ടുറപ്പാൻ ഒരുമ്പെട്ടാൻ. വാലെടുത്ത് ഓങ്ങും നേരം ബ്രാഹ്മണ തേജസ്സിനാൽ കാളിക്ക് ചൂട് പിടിച്ചിരുന്നു കൂടാകിയാൽ ചീളന്നു വാളുമെടുത്തിട്ട് കാസുവം ചെയ്ത് കൂളികളോടും ഭൂതവൃന്ദങ്ങളോടും വന്നു കാളി താനറുത്തിയത് ശൂദ്രാധിപതി തല. വാളുമായി നിൽക്കും ധാത്രിദേവന്റെ തലയതും അറുത്ത തല കൊണ്ട് പന്താടിക്കളിക്കയും പെരുത്ത കോപത്തോട് അലറിച്ചിരിക്കയും ബ്രാഹ്മണവധത്തിന് കോപ്പിട്ട് ജനങ്ങളും ബ്രാഹ്മണ തേജസ് കൊണ്ടൊക്കെ നശിച്ചുപോയി. എല്ലാം ഈശ്വരനെന്ന് നിർണയിച്ചിരിപ്പവർക്കില്ല ഒരു ഭയം ഒരു കാലവും ഒന്നുകൊണ്ടും. വാളുമായി കഴുത്തറത്തിയിടുവാൻ ഓങ്ങുമ്പോഴും കാളിതൻ കോപമുടൻ ഇങ്ങനെ കണ്ടപ്പോഴും ഏതുമേ കുലുക്കമുണ്ടായില്ല അവനുള്ളിൽ. ആദികളില്ല സാക്ഷാജ്ഞാനികൾക്കെന്നു നൂനം ഉന്നതൻ രഘുഗണനാകിയ സിന്ധുരാജൻ. തന്നെ ആചാര്യരംഗവലം തന്നെ കാണാൻ പോകുന്ന നേരം അവൻ തണ്ടെടുപ്പിച്ചിടിനാൻ ആകൂലമതിനുമുണ്ടായതില്ലവനേതും എന്നതിന് അവകാശം വന്നവ ആറുര ചെയ്യാം. മന്നവ കേട്ടുകൊള്ളുക മായാവൈഭവമെല്ലാം. പിന്നെയും ഒരു ദിനം മാടത്തിൽ വസിക്കുമ്പോൾ വന്നുള്ള ചില ഭടന്മാരുര ചെയ്തിടിനാൽ മന്നവൻ എഴുന്നള്ളത്താകുന്നതറിയ നീ നിന്നെയും കൂട്ടിക്കൊണ്ട് ചെല്ലുവാൻ അരുൾ ചെയ്ത്. തണ്ടെടുപ്പതിനൊരു ഭാഗത്തേക്ക് ഒരു വിമാനുണ്ട് പോരായിക ഇന്നിതാ കുന്നിതറിഞ്ഞാലും എന്നിവ പറഞ്ഞ് കൈ പിടിച്ചു കൊണ്ടുപോയെന്നേരം ആന്തോളിക വാഹകന്മാരുമെല്ലാം ആകൂലമതിനും ഉണ്ടായതില്ലവനേതും. വേഗം പോകായിക കൊണ്ട് വള്ളസിച്ച നൃപേന്ദ്രനും അന്നേരം തന്നോട് ഉത്തരമുര ചെയ്താൻ. മന്നവൻ അറിഞ്ഞതു ദിവ്യനെന്നോ നേരം തണ്ടിൽ നിന്നിറങ്ങി വീണുടനെ നമസ്കരിച്ചിണ്ടൽ പൂണ്ടറിയായിക പുറത്തുകൊള്ളുക എന്നെല്ലാം ചെന്ന മന്നവൻ തന്നോട് അധ്യാത്മജ്ഞാനാർത്ഥത്തെ നന്നായിട്ട് ഉപദേശിച്ചിടാനതും തതാം. സാദേഹമൊഴിഞ്ഞു ചൊല്ലിയിടുവാൻ പണിയത്രേ ചെന്നവർ ഇരുവരും മൈകുണ്ടലോക്കം ബുക്കാൻ. ഭരത ചരിത്രം ഞാൻ ഒട്ടിട്ടു ഒന്നേനേവം ഭരതൻ തന്റെ പുത്രൻ സുമതിയല്ലോ കേൾനീ. സുമതി തന്റെ പുത്രനായത് ദേവതാജിത്ത്, ദേവതാജിത്തൻ പുത്രനായത് ദേവദ്യുമ്നൻ, ദേവദ്യുമ്നന് പുത്രനായത് പരമേട്ടി, കേവലം പരമേട്ടി നന്ദനൻ പ്രിയദീഹൻ പോൽ അവന്റെ പുത്രൻ പ്രതികർത്താവെന്നല്ലോ കേൾപ്പിൻ. പ്രതികർത്താവിൻ പുത്രൻ അജനു ഭൂമാവെന്നു, ഭൂമാവു തന്റെ പുത്രൻ ഗീതൻ ഉൽഗീതനെന്നും. നാമാവാം അവനുടെ നന്ദനം പ്രസ്തോതാവും, പ്രസ്തോതാവിന് പുത്രനായത് വിഭൂ അവൻ പുത്രനായി ഉടൻ പൃഥുഷേണനുമുണ്ടായി വന്നാൻ. തൽപൃഥുഷേണപുത്രനായതൊരു നക്തന്തനവൻ തൽപുത്രനല്ലോ ഗയനാകിയ നൃപശ്രേഷ്ഠൻ. ഗയന്റെ മക്കൾ ചിത്രരഥനും സുഗതിയും അവരോധനെന്ന് മൂവരുണ്ടായാരല്ലോ എന്നത് ചിത്രരഥനന്ദന സമ്രാട്ടമെന്നുള്ള മകനായ മന്നവൻ മരീചിയും. ബിന്ദുമാൻ മരീചിതൻ നന്ദനറിഞ്ഞാലും ബിന്ദുമാനുടെ പുത്രനായത് മധുവല്ലോ, മധുവിൻ്റെ പുത്രൻ വീരവ്രതനല്ലോ കേൾപ്പു. മതിമാൻ വീരവ്രതൻ തന്നുള്ള പുത്രന്മാർ പോൽ മന്ധുവും അമന്ധുവും എന്നവരിരുവരിൽ മന്ധുജൻ ഭാവനാമ്പോൾ ഭാവനൻ മകൻ ദുഷ്ട്വാവിൻ മകനല്ല വിരജനായ നൃപൻ. ശിഷ്ടനാം അവൻ ഒരു 100 പുത്രന്മാരുണ്ടായി അരുതു പാർവതിൻ. ഇവരെ വേറെയെല്ലാം ഒരു കന്യകദാനമുള്ള ഉണ്ടായാളനന്തരം ചൊല്ലേഴം പ്രിയവ്രതൻ തന്നെ വംശമൊട്ട് ചൊല്ലിയേൻ മുടിഞ്ഞതു. വീരജനുടെ കാലമന്നേരം പരീക്ഷിച്ചു തൊരുതി ചോദ്യം ചെയ്താൻ. അന്ന് ആറു ചെയ്തമാറുന്നു മഹാമതേ, ഇന്നുമുണ്ടെനിക്കൊന്നു കേൾപ്പതിനത്യാഗ്രഹം. എന്നോടിന്നത് മരുൾ ചെയ്യണം മഹാമുനി. സപ്തസാഗരങ്ങളും സപ്തദീപങ്ങളും അങ്ങത്ര വിസ്താരമെന്നും തത്ര ലക്ഷണങ്ങളും വ്യക്തമായി അരുളിച്ചേതിയുടെ മടിയനോട് എത്രയും വളർന്നുള്ള പാവങ്ങൾ അകലുവാൻ എന്നത് കേട്ട് അരുൾ ചെയ്തു മുനീന്ദ്രനും. അവ്യക്ത സ്വരൂപം ഈശ്വര സ്ഥൂല രൂപം സുവ്യക്തമമ്മാർ അറിഞ്ഞിടുവാൻ ആർക്കാമിടോ. ഞാൻ അറിഞ്ഞത് ചൊല്ലാം, എനിക്കാകുന്ന വണ്ണം ആനന്ദം നിനക്കതിലുണ്ടെന്നു തോന്നുകയാൽ. ഓം നമോ ഭഗവതേ വാസുദേവായ.